മക്കളെ നമസ്കാരം. നമ്മൾ ഈ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റോൾസ് തിയറം എന്നൊരു കൺസെപ്റ്റും അതുപോലെ മീൻ വാല്യൂ തിയറും അതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് റോൾസ് തിയറം എന്ന് നോക്കാം. അതായത് ഒരു കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് കരുതുക. അതായത് y = f(x) ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ആൻഡ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. കൂടാതെ അതിൻ്റെ f(a)യും f(b)യും ഈക്വലാണ്. f(a)യും f(e)യും ബിയും ഈക്വലാണ്. അതായത് എൻ പോയിൻറ്റ്സിലെ ഇമേജ് സെയിം ആണ്. എൻ പോയിൻറ്റ്സിലെ ഇമേജ് സെയിം ആണെങ്കിൽ അതിനർത്ഥം അതിന് ഇടയിലുള്ള ഒരു പോയിൻറ്റ് സി എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് f'(c) = 0. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് ടാൻജൻറ്റ് ലൈന് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഗിവൺ ഫംഗ്ഷൻ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ f(a)യും f(b)യും സാറ് 0 ആയിട്ട് എടുക്കുക. അങ്ങനെ എടുക്കണം നിർബന്ധമില്ല, ഈക്വൽ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ f(a)യും 0 ആണ്, f(b)യും 0 ആണ്. അപ്പോൾ ഇവിടെ 3 പോയിന്റുകളിൽ ടാൻജൻറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ദെർഫോർ C1ഉം C2ഉം C3യിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആവണമെന്നാണ് ആക്ച്വലി അർത്ഥം. അവിടെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കിട്ടുന്നുണ്ട്. സപ്പോസ് ദാറ്റ് f from closed interval AB is a continuous on closed interval AB and differentiable in open interval AB such that f(a) = f(b). അവിടെ ഈക്വൽ ടു 0 ഒന്നില്ല കേട്ടോ. f(a)യും f(b)യും ഈക്വൽ ആണെന്ന് കരുതുക. ബൈ അബ്സലൂട്ട് മാക്സിമം ഓർ മിനിമം തിയറം നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം മിനിമം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ദർ ആർ 2 പോയിൻറ്റ്സ്, 2 പോയിൻറ്റുകളിൽ ഒന്നിൽ മാക്സിമം ഒന്നിൽ മിനിമം ഉണ്ടാവും. ഇറ്റ് ഹാസ് അബ്സലൂട്ട് മാക്സിമം ആൻഡ് മിനിമം. ഇനി അബ്സലൂട്ട് മാക്സിമം മിനിമം ഉണ്ടാകുന്നത് നമുക്ക് എവിടെയെന്ന് അറിയാം? എൻ പോയിൻറ്റ്സിലോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലാണോ നമ്മൾ തൊട്ട് മുന്നിലെ സെക്ഷനിൽ പഠിച്ചിരുന്നത്. ഇനി കൂടാതെ ഗിവൺ ഫംഗ്ഷൻ ഇൻറ്റീരിയർ പോയിൻറ്റ്സിലൊക്കെ ഡിഫറൻഷ്യബിളുമാണ്. അപ്പോൾ അതിനർത്ഥം ക്രിട്ടിക്കൽ പോയിൻറ്റുകളിലൊക്കെ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ ഡെറിവേറ്റീവ് വാല്യൂ അതായത് f'(c) ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇഫ് ഐദർ അബ്സലൂട്ട് മാക്സിമം ഓർ മിനിമം ഒക്കർ അറ്റ് എ പോയിൻറ്റ് C, then f'(c) = 0. അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ അബ്സലൂട്ട് എക്സ്ട്രീമ എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് വരുന്നത്. ഇഫ് ബോത്ത് അബ്സലൂട്ട് മാക്സിമം മിനിമം ഒക്കർ അറ്റ് എ പോയിൻറ്റ്സ് A and B, ഇപ്പോൾ എൻ പോയിൻറ്റ്സിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഇതിനകത്ത് 3 കേസുള്ളത്. ഒരു f'(c) 0 അബ്സലൂട്ട് മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി, ഒരു C കണ്ടുപിടിക്കുക എന്നുള്ളത് കിട്ടി. ഇനി അങ്ങനെയല്ല, ഈ അബ്സലൂട്ട് മാക്സിമം മിനിമവും എൻ പോയിൻറ്റിലാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഞാൻ പറയുന്നത് f(a)യിലാണ് മിനിമം കിട്ടുന്നത്, f(b)യിലാണ് മാക്സിമം കിട്ടുന്നതെങ്കിൽ നമുക്ക് f(a) ≤ f(x) ≤ f(b) ഫോർ ഓൾ x, അതായത് മറ്റെല്ലാ ഇമേജും ഇതിൻ്റെ ഇടയിലായിരിക്കും. ഓക്കെ, ബട്ട് f(a)യും f(b)യും ഈക്വൽ ആയതുകൊണ്ട് f(x) എന്ത് തന്നെയായിരിക്കും? f(a) ആയിരിക്കും. f(x) f(a) ആണെങ്കിൽ f(x) എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഈ C എന്നുള്ളത് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 2 ചാൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അബ്സലൂട്ട് മാക്സിമം മിനിമം ഉണ്ടായത് ഇൻറ്റീരിയർ പോയിന്റിലാണെങ്കിൽ ആ പോയിന്റ് തന്നെയാണ് നമുക്ക് ഈ റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന C. ഇനി അങ്ങനെയല്ല, ഗിവൺ ഫംഗ്ഷൻ്റെ എൻ പോയിൻറ്റ്സിലാണ് അബ്സലൂട്ട് മാക്സിമം മിനിമം ഉണ്ടാകുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആവുകയും എല്ലാ പോയിൻറ്റും C ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ്. ഇനി വെരിഫൈ റോൾസ് തിയറം. f(x) = x³ / 3x. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് റോൾസ് തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം എൻ പോയിൻറ്റ്സിൻ്റെ വില നോക്കുക. അവിടെ -3ഉം 3ഉം ആണ്. f(-3)ഉം 0 ആണ്, f(3)ഉം 0 ആണ്. അതിനർത്ഥം ഇവിടെ ഈ ഫംഗ്ഷനിൽ നമുക്ക് എന്ത് വാലിഡാണ്? റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഗിവൺ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷനാണ്, അത് കണ്ടിന്യൂസുമാണ്, ഡിഫറൻഷ്യബിളുമാണ്. കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ മാത്രമേ. അപ്പോൾ റോൾസ് തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആയിരിക്കണം, ഡിഫറൻഷ്യബിളും ആയിരിക്കണം, എൻ പോയിൻറ്റ്സിലെ ഇമേജസ് സെയിം ആയിരിക്കണം. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ f'(c) = 0 എന്നുള്ളത് കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കണം. ഒരു C കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് f'(c) = 3x² / 3 അപ്പോൾ x² - 3 എന്ന് കിട്ടും. x² - 3 = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? x = +or-√3 എന്ന് കിട്ടും. അപ്പോൾ ടു ഫൈൻഡ് C എലമെൻറ്റ് ഓഫ് ലൈസ് ബിറ്റ്വീൻ -3, 3 satisfies the condition 1. Consider the equation f' of s = 0, x² - 3 = 0, x = +or-√3. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. അപ്പോൾ C ആയിട്ട് നമുക്ക് എന്തൊക്കെ എടുക്കാവുന്നതാണ്? √3 എടുക്കാം, -√3 എടുക്കാം. ഇനി റോൾസ് തിയറം കഴിഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം പറയുന്നത് ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതായത് നിങ്ങളുടെ യാത്ര തുടർച്ചയായിട്ടുള്ള യാത്രയാണ്. A എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ബിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതായത് A എന്ന ടൈമിൽ നിങ്ങൾ f(a) എന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് B എന്ന ടൈമിൽ f(b) എന്ന സ്ഥലത്തെത്തുന്നു. നിങ്ങൾ യാത്ര ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്. കൂടെ നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള റോഡിലൂടെയാണ് പോകുന്നത്, ഷാർപ്പ് എഡ്ജ് ഇല്ലാത്ത റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ
നിങ്ങളുടെ യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റിനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇൻസ്റ്റൻറ്റിനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാത്തിൻ്റെ ഫംഗ്ഷനാണ്, പാത്ത് ഫംഗ്ഷനാണ് ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ടൈം എ എന്ന ടൈം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് എഫ് ഓഫ് എ, എൻഡ് ചെയ്ത ടൈം ബി, എൻഡ് ചെയ്ത സ്ഥലം എഫ് ഓഫ് ബി. ഫോർ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ബി മൈനസ് എ. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. വെലോസിറ്റി എന്ന് പറയാൻ കാരണം ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, കാരണം ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആക്ച്വലി ഉപയോഗിക്കുന്നത്, ഡിസ്റ്റൻസ് അല്ല. ഓക്കെ, ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏതോ ഒരു സ്ഥലത്ത് ഡെറിവേറ്റീവ് ഇതിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ജോമെട്രി. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ ആദ്യം കൺസിഡർ ചെയ്യുന്നു. ആ പിക്ചറിൽ എഫ് ഓഫ് എ എന്നാണ് സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ്, എഫ് ഓഫ് ബി എൻഡ് ചെയ്ത പോയിൻ്റാണ്. ടൈം എയും എൻഡ് ചെയ്ത ടൈം ബിയുമാണെന്ന് നോക്കി. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എൽ എന്ന ലൈൻ, ദ ലൈൻ ജോയിനിങ് എ എഫ് ഓഫ് എ ആൻഡ് ബി എഫ് ഓഫ് ബിയുടെ സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് ആയിരിക്കും. അത് നിങ്ങളുടെ ആവറേജ് വെലോസിറ്റിയാണ് ആക്ച്വലി. ഇനി L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ടാൻജൻറ്റ് at some point C1 and L2 is the line tangent at the point C2. Both the lines L1 and L2 are parallel to the line L. ലൈൻ എല്ലുമായിട്ട് ഇവരെന്താണ്, പാരലലാണ്. സോ പാരലൽ ആവുന്നത് കൊണ്ട് ഇപ്പോൾ L1ഉം L-ഉം ഇത് മൂന്ന് ലൈൻസും എന്താണ്, പാരലലാണ്. പാരലൽ ആവുന്നതുകൊണ്ട് അവരുടെ സ്ലോപ്പുകൾ സെയിം ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞാലും എഫ് ഡാഷ് ഓഫ് C1, കാരണം C1 എന്ന പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണ്, C2ലും ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് C1 എഫ് ഡാഷ് ഓഫ് C2 സെയിം ആയിരിക്കും. അപ്പോൾ രണ്ട് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവറേജ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നതാണ്. പ്രൂഫിലേക്ക് വരുമ്പോൾ ഞാൻ ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നു, ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് എ എഫ് ഓഫ് എ ബി എഫ് ഓഫ് ബി, അതായത് അവിടെ എൽ എന്ന ലൈനിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് എഫ് ഓഫ് എ പ്ലസ് അതിൻ്റെ സ്ലോപ്പ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത ടൈം, എക്സ് മൈനസ് സ്റ്റാർട്ട് ചെയ്ത ടൈം, അതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. സോ കൺസിഡർ എച്ച് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ലൈൻ ഈസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളുമാണ്. എഫ് ഓൾറെഡി ഫസ്റ്റ് ഡിഗ്രി എഫ് ഈസ് എ കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. സോ എച്ച് ഈസ് ആൾസോ ദ ഡിഫറൻസ് ഓഫ് ടു കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എഗെയിൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സോ എച്ച് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണെന്ന് കിട്ടുന്നു. ഓക്കെ, കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടുന്നു. ഇനി എച്ച് ഓഫ് എയുടെ വില കണ്ടുപിടിച്ചു. എച്ച് ഓഫ് എ ഈക്വൾ ടു എഫ് ഓഫ് എ മൈനസ് ജി ഓഫ് എ. ഇനി ജി ഓഫ് എയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എഫ് ഓഫ് എ തന്നെയായിരിക്കും ജി ഓഫ് എയുടെ വില കിട്ടുന്നത്. അപ്പോൾ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ എച്ച് ഓഫ് ബി കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് ആ വാല്യൂ എന്തിനാണ് കിട്ടുക, 0 എന്നാണ് കിട്ടുക. എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് ബിയുടെ വാല്യൂ എഫ് ഓഫ് ബി തന്നെ കിട്ടും. അപ്പോൾ എച്ച് ഓഫ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എച്ച് ഓഫ് എയും എച്ച് ഓഫ് ബിയും 0 ആയതുകൊണ്ട് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി സെയിം ആണ് കിട്ടുന്നു. അല്ലെങ്കിൽ എച്ച് ഓഫ് എ ഈക്വൽ ടു എച്ച് ഓഫ് ബി എന്ന് കിട്ടുന്നു. ദെൻ ബൈ റോൾസ് തിയറം പറയുന്നത് ഇതിനിടയിൽ ഈ രണ്ട് പോയിന്റിലും ഈക്വൽ ആണെങ്കിൽ റോൾസ് തിയറം പറയുന്നത് ദർ ഈസ് എ ഇൻറ്റീരിയർ പോയിന്റ് സി സച്ച് ദാറ്റ് എച്ച് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. therefore എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എഫ് ഓഫ് എയുടെ വാല്യൂ 0, എക്സിൻ്റെ മാത്രം 1, എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് 1 ആണ്, എഫ് ഓഫ് എയുടെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 0 പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് 1 കൊടുക്കും. therefore എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ഇനി എച്ച് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എന്ത് കിട്ടും, എച്ച് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് റോൾസ് തിയറം പ്രകാരം കിട്ടിയിട്ടുണ്ട് 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു 0. therefore എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്നത് എച്ച് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമ്മളുടെ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുകയും കൂടാതെ എച്ച് ഡാഷ് ഓഫ് സി 0 ആണ്. ഇനി എച്ച് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ എച്ച് ഓഫ് എക്സിൻ്റെ ഗ്രാഫും വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫും വരച്ചു. അപ്പോൾ ആ ഫംഗ്ഷനെ ശരിക്കും താഴത്തേക്ക് എക്സ് ആക്സിലേക്ക് മാപ്പ് ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്.
ഇനി മീൻ വാല്യൂ തിയറം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിനെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അത് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ക്ലോസ് ഇൻ്റർവൽ 0-2. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ് 0 എന്ന പോയിന്റ്. അവിടെ എൻ പോയിന്റിൽ ഇതിൻ്റെ ആ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബി മൈനസ് എ ഈക്വൽ ടു എനിക്ക് 2 എന്ന് കിട്ടുന്നു. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബി മൈനസ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റിലാണ് എനിക്ക് ആ ലൈനിന്, അപ്പോൾ 0യും 1ഉം ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരച്ചാൽ അതിന് പാരലായിട്ടുള്ള ഒരു ലൈൻ കണ്ടുപിടിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ L1 L2 കണ്ടുപിടിക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഇവിടെയും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫങ്ഷൻസ് വിത്ത് 0 ഡെറിവേറ്റീവ് ആർ കോൺസ്റ്റൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ പറയുന്നു ഗിവൺ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എല്ലാ പോയിന്റിലും 0 ആണെന്ന് പറഞ്ഞു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻട്രോൾ എ ബി. മീൻ വാല്യൂ തിയറം പ്രകാരം അതിൻ്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. പക്ഷേ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ഡിവൈഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി. പക്ഷേ എഫ് ഡാഷ് ഓഫ് സി എല്ലാ പോയിന്റിലും 0 ആവുന്നതുകൊണ്ട് ആവറേജ് വെലോസിറ്റി 0 ആണ്. ആവറേജ് വെലോസിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആവറേജ് വെലോസിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി വേരിയേഷൻ ഉണ്ടാവുന്നില്ല, സ്പീഡ് വേരിയേഷൻ ഉണ്ടാകുന്നില്ല. സ്പീഡ് വേരിയേഷൻ ഇല്ലെങ്കിൽ അതിനർത്ഥം കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് സഞ്ചരിച്ച് പോകുന്നത്, 0 സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് എടുത്തു, x1 ആൻഡ് x2 വിത്ത് x1 ലെസ് ദാൻ x2. വേണമെങ്കിൽ ഈ ഗ്രേറ്റർ ദാൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു കേസ് കൺസിഡർ ചെയ്തു. ഇനി y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ x1 x2 കണ്ടിന്യൂസ് ആയിരിക്കും. മീൻ വാല്യൂ തിയറം പ്രകാരം ഏത് ഇൻ്റർവെല്ലും കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ x1 x2 എന്നുള്ള ഇൻ്റർവെല്ലിൽ ആവറേജ് വെലോസിറ്റി എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും. അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓൾറെഡി 0 ആണ്. അതായത് എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 0 ആവുകയാണ്. അപ്പോൾ റേഷ്യോ 0 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂമറേറ്റർ 0 എന്നാണ്. ന്യൂമറേറ്റർ 0 പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആവും. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സിൻ്റെ ഇമേജ് ഈക്വൽ ആവുകയാണെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫംഗ്ഷൻസ് വിത്ത് സം ഡെറിവേറ്റീവ് ഡിഫർ ബൈ എ കോൺസ്റ്റൻറ്റ്. അതായത് 2 പേർക്ക് ഒരേ സ്പീഡാണെങ്കിൽ ആ 2 പേര് തമ്മിലുള്ള വ്യത്യാസം ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 പേർ യാത്ര ചെയ്യുമ്പോൾ ഒരേ സ്പീഡിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഡിഫറൻസ് ആയിരിക്കും. ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻട്രോൾ എ ബി ദെൻ there exists a constant k such that f of x is equal to g of x plus k or f minus g equal to k. അത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഒരു കെയുടെ ഡിഫറൻസ് ഇവർ തമ്മിലുള്ളൂ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത കുറവ്. ഇതും മീൻ വാല്യൂ തിയറം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കൊടുത്തു. സൈൻ എക്സിൻ്റെ എക്സ് എലമെൻറ്റ് ഓഫ് 0-2π ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി. രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഇവർ 2 പേർക്കും ഒരേ സ്പീഡാണെന്ന് മനസ്സിലായി. അപ്പോൾ സൈൻ എക്സ് യാത്ര ചെയ്യുന്ന അതേ സ്പീഡിലായിരിക്കും സൈൻ എക്സ് പ്ലസ് സിയും യാത്ര ചെയ്യുന്നത്. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഫൈൻഡ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹൂസ് ഡെറിവേറ്റീവ് ഈ സൈൻ എക്സ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്. ആൻഡ് ഹൂസ് ഗ്രാഫ് പാസസ് ത്രൂ ദ പോയിൻറ്റ് 0-2 എന്ന പോയിൻറ്റിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഗിവൺ ഫംഗ്ഷൻ എന്ന് കൊടുത്തു. അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെന്ന് കൊടുത്തു. കൂടാതെ 0 ടൈമിൽ അത് 2 എന്ന സ്ഥലത്തായിരിക്കും, അതായത് എഫ് ഓഫ് 0 ഈക്വൽ ടു 2 ആണെന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം സൈൻ എക്സ് ഡെറിവേറ്റീവ് കിട്ടുന്ന ഫംഗ്ഷൻ ആരാണെന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് ഡെറിവേറ്റീവ് ആയിട്ട് വരണമെങ്കിൽ മൈനസ് കോസ് എക്സ് ആയിരിക്കും. അപ്പോൾ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സും സൈൻ എക്സ് ആണ്. അതിനർത്ഥം ഇവിടെ ജിയുടെയും എഫിൻ്റെയും ഡെറിവേറ്റീവ് ഈക്വൽ ആവുന്നു. ഓക്കെ, ഇനി മീൻ വാല്യൂ തിയറം പ്രകാരം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് ഡിഫറൻസ് ആയിരിക്കും. ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് കെ ഫോർ സം കോൺസ്റ്റൻറ്റ് കെ. ഇനി എഫ് ഓഫ് 0 നമുക്ക് ഓൾറെഡി അറിയാം, ജി ഓഫ് 0യും കണ്ടുപിടിക്കാൻ പറ്റും. എഫ് ഓഫ് 0 ഈക്വൽ ടു ജി ഓഫ് 0 പ്ലസ് കെ. ജി ഓഫ് 0 പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 0 ആണ്, മൈനസ് കോസ് 0 ദാറ്റ് ഈസ് -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഈക്വൽ ടു -1 പ്ലസ് കെ, ഫോർ കെ ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് അവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 3 എന്നായിരിക്കും. ഓക്കെ, ഇനി വെലോസിറ്റി ആക്സലറേഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് അടുത്തത്. അതായത് ഒരു വസ്തു സഞ്ചരിക്കുന്നത് ഒരു സ്മൂത്ത് പാത്തിലൂടെയാണ്. ആ പാത്തിൻ്റെ പേര് എസ് ഓഫ് ടി ആണെങ്കിൽ, സ്മൂത്ത് പാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും സെക്കൻഡ് ഡെറിവേറ്റീവ് എല്ലാം എക്സിസ്റ്റ് ചെയ്യും. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പാത്താണ്. ഇനി അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടി ആണ്, ടൈം ആണ് ഉദ്ദേശിച്ചുള്ളത്.
അതിൻ്റെ വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതായത് എസ് ഡാഷ് ഓഫ് ടി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ആക്സലറേഷൻ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്, അതായത് വി ഡാഷ് ഓഫ് ടി. പക്ഷേ വി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ആയിരിക്കും എസ് ഡബിൾ ഡാഷ് ഓഫ് ടി ആയിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷനെയും കണക്ട് ചെയ്യുന്ന ഫോർമുല അറിയാം, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോർമുല. ഇവിടെ എ എന്ന് പറയുന്നത് ആക്സലറേഷനാണ്, യു ഇനീഷ്യൽ വെലോസിറ്റിയും, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും, ടി എന്ന് പറയുന്നത് ടൈം ആണ്. ഓക്കെ, ഫൈൻഡ് സി ഇൻ ദി മീൻ വാല്യൂ തിയറം. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബി വരെ ഈക്വൽ എഫ് ഡാഷ് ഓഫ് സി. അവിടെ നമുക്ക് 3-4 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻസിൻ്റെ എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ.